21 കാറ്റഗറികളിലേക്ക് ഒരുമിച്ച് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ മൂന്നാം ഘട്ടവും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആദ്യഘട്ടം മെയ് 2-നായിരുന്നു, രണ്ടാം ഘട്ടം മെയ് 16-ന്, മൂന്നാം ഘട്ടം ജൂൺ 6-ന്. ഏകദേശം സെയിം ഇൻ്റർവെല്ലിലാണ് ഒരു മാസ കാലയളവോളം എക്സാം നടന്നത്. എക്സാം പ്രിലിംസ് ആയിട്ട് കമ്പനി ബോർഡിനും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനും സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റിനും എക്സൈസ് ഇൻസ്പെക്ടറിനൊക്കെ ഒരു എക്സാം ആയിട്ടാണ് നടന്നതെങ്കിലും ഇതിൻ്റെ എല്ലാം കട്ട് ഓഫ് വ്യത്യസ്തമായിരിക്കും. കാരണം എക്സൈസ് ഇൻസ്പെക്ടറും അതുപോലെ തന്നെ SI എക്സാംസിനൊക്കെ ഉള്ള കട്ട് ഓഫ് ആയിരിക്കില്ല യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പം വരിക. അതായിരിക്കില്ല കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിലേക്ക് വരുമ്പം. അതായത് SBCIയുടെ ഒക്കെ വളരെ കുറച്ച് പേരെ എടുക്കുന്നത്, അതായത് ഒരു 200 പേരോ സംതിങ് ഒരു ലിസ്റ്റ് വരുന്നതാണെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിലൊക്കെ അതിനേക്കാളും 10 ഇരട്ടിയോളം കൂടുതൽ ആൾക്കാർ ഷോർട്ട് ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിലൊക്കെ വരും. അതുകൊണ്ട് തന്നെ കട്ട് ഓഫും അതിനനുസരിച്ച് വേരി ചെയ്യും. പിന്നെ ഇതിന് രണ്ടാം ഘട്ടം എക്സാം രണ്ടാം ഘട്ടം മെയിൻസ് നടക്കും, അതുപോലെ തന്നെ ഫിസിക്കൽ നടക്കുന്ന എക്സാംസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഒരു കട്ട് ഓഫ് എന്ന രീതിയിൽ പറയാൻ പറ്റില്ല. പല എക്സാമിനും പല കട്ട് ഓഫ് ആയിരിക്കും. ഇതിലിപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ കട്ട് ഓഫാണ്. കാറ്റഗറി നമ്പർ 26/2026 KSAB, KSFE, KMML, കെൽട്രോൺ എന്നിവിടങ്ങളിലേക്ക് നടന്ന, അതായത് ഇതിന് മുൻപ് നടന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിന് പ്രിലിംസിലെ കട്ട് ഓഫ് 39.077 ആയിരുന്നു. മെയിൻസിൽ 43.33. ഡിഗ്രി ലെവൽ എക്സാംസിൽ തന്നെ മെയിൻസിൽ ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്ന ഒരു എക്സാം ആയിരുന്നു കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്. എക്സാമിൻ്റെ ടഫ്നെസ്സും അല്ലെങ്കിൽ ഈസിനെസ്സിനും അപ്പുറം അതിലേക്ക് ഒരുപാട് പേരെ ജോലി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു എക്സാം ആയിരുന്നു. അപ്പം അത്രയും പേര് എടുക്കുന്ന സമയത്താണ് കട്ട് ഓഫ് ഇത്ര കുറഞ്ഞത്. ഇതിൽ വന്ന മെയിൻ ലിസ്റ്റിൽ വന്ന നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് 3763 പേരായിരുന്നു. അതിൽ തന്നെ ഏകദേശം 1600ഓളം പേർക്ക് അഡ്വൈസും പോയിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 653/2021. ഇതിൽ കട്ട് ഓഫ് മെയിൻസിൻ്റെ കട്ട് ഓഫ് 53.67 ആയിരുന്നു. ഇതിൽ തന്നെ 1753 പേരെ മെയിൻ ലിസ്റ്റിലും ഏകദേശം 800 പേർക്കോളം അഡ്വൈസും പോയിട്ടുണ്ട്. അപ്പം അത്രത്തോളം ആൾക്കാർ എടുക്കുന്ന ഒരു എക്സാം ആകുമ്പോൾ എക്സാം കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസിൽ കട്ട് ഓഫും താഴെയായിരിക്കും. നമ്മളിപ്പം കട്ട് ഓഫ് നമ്മളിപ്പോൾ പറയും. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ ഏറ്റവും ലീസ്റ്റ് കട്ട് ഓഫ് എക്സ്പെക്ട് ചെയ്യുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിനാണ്. ഒന്നാം ഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാം ഘട്ടം അത്യാവശ്യം കടുപ്പം തന്നെയായിരുന്നു. കാരണം സമയക്കുറവാണ് ഏറ്റവും ഉദ്യോഗാർത്ഥികൾ നേരിട്ടത്. കാരണം പല ക്വസ്റ്റ്യൻസും വളരെ ലോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം അത് മലയാളവും ഇംഗ്ലീഷും എല്ലാം വായിച്ചു വരുമ്പോഴേക്ക് വളരെയധികം സമയം എടുക്കുന്നു. അത് മറ്റ് ചോദ്യങ്ങൾക്കുള്ള സമയം കൂടിയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലെ ക്വസ്റ്റ്യൻസൊക്കെ അത്യാവശ്യം ടഫായിരുന്നു. ഇക്കോളജിയിൽ നിന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. എന്നാൽ ഭരണഘടനയിലൊന്നും അതിന് മാത്രം ചോദ്യം വന്നതുമില്ല. അത്യാവശ്യം കുറച്ചെങ്കിലും കുട്ടികൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത് മലയാളവും ഇംഗ്ലീഷ്, മാത്സ് പോലുള്ള ഏരിയകളാണ്. അതിൽ തന്നെ അത്ര എളുപ്പം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അത്യാവശ്യം മാർക്ക് കിട്ടുന്ന രീതിയിലായിരുന്നു. എന്നാൽ ഇക്കണോമിക്സും അതുപോലെ തന്നെ ആനുകാലികവും ഒന്നും അത്ര ബുദ്ധിമുട്ടിച്ചില്ല. അതെല്ലാം അത്യാവശ്യം കീപ്പ് ചെയ്ത് പോകുന്ന രീതിയിലായിരുന്നു. തടാകങ്ങളെക്കുറിച്ച് പറഞ്ഞ ക്വസ്റ്റ്യനിൽ അതിൽ കറക്റ്റ് ഓപ്ഷൻസും ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മുടെ PSC ബുള്ളറ്റിൻ പറയുന്ന ഒരു കട്ട് ഓഫ് 45-നും 55-നും ഇടയിൽ നിന്ന കട്ട് ഓഫാണ്. ഈ കട്ട് ഓഫ് ഒരിക്കലും എല്ലാ എക്സാമിനും കൂടി 45 മുതൽ 55 എന്നല്ല. ഒരിക്കലും ഈ ഒരു കട്ട് ഓഫ് ഒരു 45 എന്ന കട്ട് ഓഫ് നിങ്ങൾ എക്സൈസ് ഇൻസ്പെക്ടറിനൊന്നും പ്രതീക്ഷിക്കാൻ ചെയ്യരുത്. അതുപോലെ തന്നെ SBCIDക്കൊന്നും പ്രതീക്ഷിക്കരുത്. കുറച്ചും കൂടി ഒരു 50-നോടടുത്ത് ഒരു 47-48 മാർക്ക് വരെയൊക്കെ ആ ഒരു റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് നിങ്ങൾ ഇത്രയും പ്രതീക്ഷിക്കാൻ വേണ്ട. കാരണം ഇതിലും കുറവായിരിക്കും. ഒരു 40-ൽ മാർക്ക് കിട്ടുകയാണെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് എന്തായാലും നിങ്ങൾ മെയിൻസിലേക്ക് കടക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒരു മെയിൻസ് എക്സാം വരുന്നുണ്ട്. മെയിൻസ് എക്സാം കഴിഞ്ഞിട്ടും ഏകദേശം 3000 അല്ലെങ്കിൽ 4000 റേഞ്ചിൽ ആൾക്കാർ മെയിൻ ലിസ്റ്റിൽ വരും. അപ്പോൾ അത്രയും 4000 പേര് മെയിൻ ലിസ്റ്റിൽ വരണം. അതിന് മുമ്പാണെങ്കിൽ മെയിൻസ് എന്ന് പറഞ്ഞൊരു കടമ്പയുണ്ട്. അപ്പം എന്തായാലും ഒരു 40 കട്ട് ഓഫ് വരും. 45-ലേക്കൊന്നും കട്ട് ഓഫ് പോകാനുള്ള ഒരു ചാൻസും ഇല്ല. അടുത്തത് മെയ് 16-ന് നടന്ന രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ പ്രാവശ്യം PSC ചെയ്തതിൽ ഏറ്റവും നല്ല കാര്യം ഒരേ റേഞ്ചിലുള്ള 2 പേപ്പറുകൾ 2 ഘട്ടങ്ങളിലും തയ്യാറാക്കി എന്നതാണ്. കാരണം സാധാരണ വരുമ്പം മിക്ക കേസുകളിലും ആദ്യത്തെ എക്സാം നല്ല ടഫ്, രണ്ടാമത്തെ എക്സാം നല്ല ഈസി, അങ്ങനെ വരുന്ന സമയത്ത് അത് ഒരുപാടധികം
മാർക്ക് വേരിയേഷൻസ് ഉണ്ടാക്കും. ഒരു ഫസ്റ്റ് ഘട്ടത്തിൽ എങ്ങനെ പോയാലും 40 കിട്ടും, രണ്ടാം ഘട്ടത്തിൽ എങ്ങനെ പോയാലും 50 കിട്ടും എന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു നോർമലൈസേഷനിലേക്ക് മാർക്ക് എത്തിക്കുക? അപ്പോൾ അത് ടഫായ കുട്ടികളെ തന്നെയാണ് ബാധിക്കുക. അതൊരിക്കലും നല്ല ഒരു പ്രവണതയല്ല. എന്നാൽ ഈ എക്സാമിൽ 2 ഘട്ടവും ഈക്വലി ടഫ് അല്ലെങ്കിൽ ഈക്വലി ഒരേ സ്റ്റാൻഡേർഡിൽ പോയി. അത് PSC ശ്രദ്ധിച്ച വളരെ നല്ല കാര്യമാണ്. രണ്ടാം ഘട്ടത്തിൽ OKI GK, പരിഗണിക്കാതെ ഗണിതം, 2 ഭാവങ്ങളിലായി രണ്ടാം ഘട്ടം എന്നാണ്. അതായത് GK പാർട്ട് കുറച്ച് എളുപ്പമായി വന്നപ്പോൾ ഒന്നാം ഘട്ടം എഴുതിയവർക്കൊക്കെ അയ്യോ രണ്ടാം ഘട്ടം വളരെ എളുപ്പമായിരുന്നല്ലോ എന്ന് തോന്നി. എന്നാൽ രണ്ടാം ഘട്ടം എഴുതിയവർക്ക് അത് അത്ര എളുപ്പമായിരുന്നില്ല. അതായത് ഒരേ റേഞ്ചിൽ തന്നെ വരുന്ന 2 ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും. അതിൽ രണ്ടാം ഘട്ടത്തിൽ GK പാർട്ട് എളുപ്പമായി. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി അത്ര വായിച്ച് നമുക്ക് ഒരുപാട് സമയം പോകുന്ന ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. എന്നാൽ എനിക്ക് പേഴ്സണലി തോന്നിയത് രണ്ടാം ഘട്ടം ഒരു പൊടിക്കും കൂടി ടഫായിരുന്നു. കാരണം അത്ര പെട്ടെന്ന് നമുക്ക് ആൻസർ അറിയെങ്കിൽ മാത്രം എഴുതാൻ പറ്റുന്ന കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഒന്നാം ഘട്ടത്തിനെ അപേക്ഷിച്ച്. എന്നാലും ഒരേ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഒന്നിലും രണ്ടിലും ഉണ്ടായിരുന്നത്. കമ്പ്യൂട്ടർ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായിരുന്നു. ഭരണഘടനയ്ക്ക് ഇത്തവണയും അത്ര പ്രാധാന്യം കൊടുത്തില്ല. 2 ഘട്ടങ്ങളിൽ വന്നപ്പോഴും ഒരുപാട് നമുക്ക് സിലബസിൽ ഭരണഘടന പഠിക്കാനുണ്ടെങ്കിൽ പോലും ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നില്ല. ക്വസ്റ്റ്യൻസ് ലഭിച്ചിരുന്നെങ്കിൽ അത്യാവശ്യം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്നാൽ 2 സ്റ്റേജിലും അധികം പ്രാധാന്യം കൊടുത്തിട്ടില്ല. GK പാർട്ടും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യൻസുമാണ് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക് ഉദ്യോഗാർത്ഥികളെ എത്തിച്ചത്. ആ ഒരു പാർട്ടാണ് എല്ലാവർക്കും കുറച്ചും കൂടി പ്രതീക്ഷയിൽ. ഒരു 40 മാർക്ക് അല്ലെങ്കിൽ ഒരു 35 മാർക്ക് കിട്ടിയവർക്ക് തന്നെ 20 മാർക്കോളം നേടിക്കൊടുത്തത് ആ സെക്ഷൻ മാത്രമാണ്. ഇതിലും പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് 45 മുതൽ 55 റേഞ്ചിലാണ്. അതായത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിനൊക്കെ ഒരു 40 മാർക്ക് മതിയാവും. എന്നാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലേക്ക് വരുമ്പോൾ അതൊരു 45-46 റേഞ്ചിലേക്ക് വരും. എക്സൈസ് ഇൻസ്പെക്ടറിലും SBCIയുടെ ഒക്കെ കുറച്ചും കൂടി കട്ട് ഓഫ് ഒരു 50-നടുത്ത് കട്ട് ഓഫ് വരും. എളുപ്പം തേർഡ് ഫേസ് പ്രതീക്ഷിച്ചു പോയവർക്ക് തേർഡ് ഫേസും നല്ല ടഫായിരുന്നു. 3 എക്സാമും ഒരുപോലെ ടഫായിരുന്നു. അതിൽ തേർഡിൽ വരുമ്പം ഇംഗ്ലീഷ് നല്ല എളുപ്പമായിരുന്നു. അതുപോലെ തന്നെ മാത്സിലും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റി. മലയാളത്തിൽ മാത്രം കുറച്ച് ടഫായിരുന്നു. എന്നാലും മാർക്ക് അത്യാവശ്യം ഒരു 35-ലേക്കൊക്കെ എത്താൻ പലരെയും സഹായിച്ചത് ആ മലയാളം കൂടിയ സെക്ഷൻ തന്നെയാണ്. GK പാർട്ട് വളരെ ടഫായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. കാരണം GK പാർട്ടിൽ പല ക്വസ്റ്റ്യൻസും അവർക്ക് വീട്ടിലെത്തുമ്പോഴാണ് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ കഴിയുന്നത്. അതായത് സമയമില്ല വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. 1-2 തവണ വായിച്ചു നോക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പലർക്കും ആൻസറിലേക്ക് എത്താമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം GK പാർട്ടാണ് ടഫായിട്ട് വന്നത്. മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. അതിൽ ഇംഗ്ലീഷും മാത്സും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് നല്ല എളുപ്പമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇംഗ്ലീഷ് എളുപ്പമാകുമ്പോൾ തന്നെ 20 മാർക്സിൽ നല്ല ഒരു മാർക്കിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു. അതാണ് പറയുന്നത് നമ്മുടെ എക്സാമിൽ ഏറ്റവും നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ട് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് പാർട്ടാണ്. അതിൽ മാത്സും ടൈം കൺസ്യൂമിങ് ആണെങ്കിൽ പോലും മാത്സിലും ഇംഗ്ലീഷിലും സ്കോർ ചെയ്യാൻ പറ്റുമ്പോൾ 14-ലേക്ക് എടുത്ത് ആൾക്കാർ എത്തുന്നുണ്ട്. നോർമലൈസേഷനിലേക്ക് കടക്കാനുള്ള ചാൻസ് കുറവാണ്. 1-2 മാർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന പോലെ ആയിരിക്കും. ഇതിൽ എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി ടഫാന്ന് തോന്നിയത് സെക്കൻഡ് പാർട്ടാണ് ടഫാന്ന് തോന്നിയത്. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ 100 മാർക്കിൽ അനലൈസ് ചെയ്യുമ്പോൾ, അതല്ലാതെ GK പാർട്ട് മാത്രം അനലൈസ് ചെയ്യുമ്പോഴും ഇംഗ്ലീഷായിട്ടും മലയാളമായിട്ടും അപ്പോൾ വ്യത്യസ്തമായിരിക്കും. ഏകദേശം 1-ൻ്റെയും 2-ൻ്റെയും അതേ കട്ട് ഓഫ് 45 മുതൽ 55 വരിക. നാളെ നമ്മളുടെ ഡീറ്റെയിൽഡ് ആൻസർ കീ അനാലിസിസ് വരുന്നതായിരിക്കും. ഇനി എല്ലാവരും മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഒരു 40 എബോവ് ലഭിച്ചവർക്ക് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടുള്ള മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. നമ്മുടെ കട്ട് ഓഫ് 3 എക്സാമും കൂടി അനലൈസ് ചെയ്യുമ്പം 45 to 55 അതിൽ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് 40 നമ്മൾ കട്ട് ഓഫ് പറയുന്നത്. ചിലപ്പോൾ അത് 41 42 ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ പോലും 40 കിട്ടിയവർക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ്. എന്നാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൽ 45, 46, മേ ബി 47 വരെ കട്ട് ഓഫ് പോവാം. ഏറ്റവും കുറവ് വേക്കൻസീസ് ഉള്ളതിലേക്ക് വരുമ്പോഴേക്ക് അതൊരു 50-നോടടുത്ത് 50 കഴിയാനുള്ള ചാൻസ് എന്തായാലും ഞാൻ ഒരു പ്രിലിംസിലും കാണുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും മാർക്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും തേർഡ് സ്റ്റേജും കമൻറ്റ് ചെയ്യുക.